ഇത് ലിയാനോർഡോ ഡാവിഞ്ചിൻ്റെ ഒരു കഥയാണ്. ലിയാനോർഡോ ഡാവിഞ്ചിനെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അറിയോ? ലിയാനോർഡോ ഡാവിഞ്ചി 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രസിദ്ധനായ ചിത്രകാരനാണ്. ലിയാനോർഡോ ഡാവിഞ്ചിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ലിയാനോർഡോ ഡാവിഞ്ചി 15-ാം നൂറ്റാണ്ടിൽ വരച്ച കാറാണ് 19-ാം നൂറ്റാണ്ടിൽ ഇന്ന് ബെൻസിൻ്റെ ഓണറായ ആൾ ആദ്യം ഉണ്ടാക്കുന്ന കാറും ഒരേ ചിത്രമാണ്. അതായത് 3 നൂറ്റാണ്ടിൻ്റെ അപ്പുറത്ത് 3 നൂറ്റാണ്ടിന് മുമ്പ് ലിയാനോർഡോ ഡാവിഞ്ചി ആ കാറിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ട്. 3 നൂറ്റാണ്ട് 4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ആ കാറ് ശരിക്കും ഉണ്ടാക്കുന്നത്. അത്രയും ബ്രില്യൻ്റായ ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് ലിയാനോർഡോ ഡാവിഞ്ചി. ലിയാനോർഡോ ഡാവിഞ്ചിയെക്കുറിച്ച് പറഞ്ഞു വന്നത് ചിത്രവരയെക്കുറിച്ചല്ല. ലിയാനോർഡോ ഡാവിഞ്ചിക്ക് ഒരിക്കൽ ജോലി പോയി. അന്ന് റോമൻ അധികാരികൾ റോം ഭരിക്കുന്ന കാലമാണ്. അപ്പോൾ ലിയാനോർഡോ ഡാവിഞ്ചി റോമയിലെ കിങ്ങിനൊരു കത്തെഴുതുന്നുണ്ട്. ആ കത്തിൽ ലിയാനോർഡോ ഡാവിഞ്ചി പറഞ്ഞിരിക്കുന്ന CV, ഒരു ബയോഡേറ്റ ആർക്ക് അയക്കുന്നു? റോമിലെ രാജാവിന് ലിയാനോർഡോ ഡാവിഞ്ചി അയക്കുന്നു. അതിൽ ലിയാനോർഡോ ഡാവിഞ്ചി പറഞ്ഞ ഒരു കാര്യം, എനിക്ക് റോഡ് ഉണ്ടാക്കാൻ അറിയാം, എനിക്ക് പാലം ഉണ്ടാക്കാൻ അറിയാം, ഞാൻ മെഷീൻസ് ഉണ്ടാക്കും, ഞാനിതൊക്കെ ചെയ്യും. ബിക്കോസ് ലിയാനോർഡോ ഡാവിഞ്ചി വാസ് എ സയൻറ്റിസ്റ്റ്. അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഏറ്റവും താഴെ എഴുതിയൊരു വരിയാണ്, ഞാനൊരു ആർട്ടിസ്റ്റും ആണ്. അതായത് ഞാനൊരു എഞ്ചിനീയറാണ്, ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്, ഞാനൊരു മെഷീൻ ഉണ്ടാക്കുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറാണ് എന്ന തരത്തിൽ പൊസിഷൻ ചെയ്ത ആളെ 5-ഓ 10-ഓ നൂറ്റാണ്ട് കഴിഞ്ഞ് നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റായിട്ടാണ്. അന്ന് ആ ജോലി ലിയാനോർഡോ ഡാവിഞ്ചിക്ക് കിട്ടി. ആ CV അയച്ച ലിയാനോർഡോ ഡാവിഞ്ചിക്ക് ജോലി കിട്ടി. ഇന്നും നിങ്ങൾ ഇറ്റലിയിൽ പോവുകയാണെങ്കിൽ അവിടെ ലിയാനോർഡോ ഡാവിഞ്ചി ഉണ്ടാക്കിയ മെഷീൻസ് കാണാൻ പറ്റും. ഇന്നും അവിടുത്തെ ലിയാനോർഡോ ഡാവിഞ്ചി ഉണ്ടാക്കിയ സ്പിന്നിങ് ബില്ലിലെ മെഷീൻസ് ഉപയോഗിച്ച് ഇന്നും അവിടെ കൈത്തറി വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നു. ലിയാനോർഡോ ഡാവിഞ്ചിയെ നമ്മൾ അറിയപ്പെടുന്നത് ഒരു ആർട്ടിസ്റ്റായിട്ടാണ്. പക്ഷെ നിങ്ങളൊരു കരിയർ, നിങ്ങൾ നാളെ ഒരു CV അയക്കുമ്പോൾ അപ്പുറത്ത് വേണ്ടവന് മനസ്സിലാക്കി അയക്കണം എന്നാണ് ഈ കഥയുടെ അർത്ഥം. നിങ്ങൾ അപ്പുറത്തേക്ക് ഒരു CV അയക്കുമ്പോൾ അപ്പുറത്തുള്ളവൻ ആൾ എന്താണ് നോക്കുന്നത്, അപ്പുറത്തുള്ളവനെ പറ്റിക്കുന്ന ആർട്ടിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. നിങ്ങൾ വിചാരിക്കുന്ന പോലെ സത്യം പറയുന്ന ഒരു സാധനമല്ല കമ്മ്യൂണിക്കേഷൻ. എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് എന്ത് വേണം എന്ന് മനസ്സിലാക്കി പറയുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇന്ന് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ ഞാൻ ഇത്രയും ശബ്ദം ഉയർത്തി പറയൂല. ഇപ്പം എനിക്കറിയാം ഞാൻ ശബ്ദം ഉയർത്തില്ല, നിങ്ങൾ പകുതി പേർ ഉറങ്ങും. അതൊരു ലോജിക്കാണ്. വളരെ ശാന്തമായി സംസാരിക്കാവുന്ന സബ്ജക്റ്റാണ് ഞാനിത്ര ഒച്ച ഉണ്ടാക്കി പറയുന്നത്.